നമ്മുടെ മുന്നിൽ വേറെയും ഒരുപാട് അനുഭവങ്ങളുണ്ട്, വേറെ നേതാക്കളുടെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ AK ബാലൻ വിഭാഗീയ പ്രവർത്തനം നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു NN കൃഷ്ണദാസ്. അന്ന് എന്ത് ചെയ്തു? കൃഷ്ണദാസിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. അത് 2006 സംഭവമാണ്. എന്നിട്ട് അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ AK ബാലന്റെ ഫോൺ ചോർത്തി എന്നൊരു ആരോപണമാണ് അതിന് മറുപടിയായി പറഞ്ഞത്. ഇനി ദേശാഭിമാനിലെ തിരുവനന്തപുരം യൂണിറ്റിലെ മാനേജർക്കെതിരെ ലൈംഗിക പരാതി കൈമാറിയ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയനെ അന്ന് തൊട്ടുപോലുമില്ല. ഇനി ഈ പറയുന്ന CKP പത്മനാഭന്റെ കാര്യമുണ്ടല്ലോ. CKP പത്മനാഭൻ P ശശിക്കെതിരെ മകൾക്കെതിരെ മോശം പെരുമാറ്റം നടത്തി എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഈ പറഞ്ഞ സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം, അത് ഈ പറയുന്ന തുകയൊന്നും അല്ല കേട്ടോ, ഈ കോടികളൊന്നുമില്ല. സാമ്പത്തിക ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കി. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുക. അന്ന് P ശശിക്കെതിരെ നടപടിയുണ്ടായല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ. പിന്നീട് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇപ്പോൾ ഏത് അവസ്ഥയിൽ ഏത് പൊസിഷനിൽ എത്തി നിൽക്കുന്നു നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് PK ശശിയുമായി ബന്ധപ്പെട്ട് ലൈംഗിക പരാതി വന്നപ്പോൾ എടുത്ത നിലപാട് നമുക്കറിയാം. അന്ന് ആരോപണം ഉന്നയിച്ച യുവതിയടക്കം ഭീഷണി നേരിടുകയും ആ DYFI നേതാക്കൾ മുഴുവൻ ഒതുക്കപ്പെട്ട സംഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെയും വിഭാഗീയത, പാർട്ടിയിലെ വിഭാഗീയത എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് പോകുക. ഇതാണ് നമ്മുടെ മുന്നിലുള്ള കാരണം.